വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ എവല്യൂട്ടുമായി ബന്ധപ്പെട്ട പുതിയൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നു. The question is find the evolute of the asteroid x is equal to a cos cube theta, y is equal to a sin cube theta. Asteroid എന്നതിന്റെ കർവിന്റെ ഫിഗർ ഇതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഫോർ കസ്പ് ഹൈപ്പർ സൈക്ലോയിഡ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിനെയാണ് നമ്മൾ അസ്ട്രോയിഡ് എന്നും പറയുന്നത്. സോ ഇതിനെ നമുക്ക് ആക്ച്വലി ഇത് പാരാമെട്രിക് എക്സ്പ്രഷൻ ആണ്. കാരണം എക്സ് തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, വൈയും തീറ്റയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇതിനെ നമുക്ക് എക്സ് റൈസ് ടു 2/3 പ്ലസ് y റൈസ് ടു 2/3 ഇസിക്കൽ ടു a റൈസ് ടു 2/3 എന്നും എഴുതാം. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അസ്ട്രോയിഡ് എന്ന് പറയുന്ന ഇതിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മളപ്പം ഇതിന്റെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിന്റെ സെന്റർ ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണം. സോ എക്സ് ഈസ് ഈക്വൽ ടു എ കോസ് ക്യൂബ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നമ്മൾ ഓൾറെഡി ഇതിന്റെ dy ബൈ dx കണ്ടെത്തിയതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നില്ല. സോ അതിന്റെ y1 അഥവാ dy ബൈ dx which is actually equal to dy by d theta divided by dx by d theta. നമ്മളത് കണ്ടെത്തിയത് മൈനസ് ടാൻ തീറ്റ എന്നാണ് അതിന്റെ വാല്യൂ കണ്ടെത്തിയത്. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ y2 which is d square y by dx square which is equal to d by d theta of minus tan theta into d theta by dx. നമ്മൾ ഇത് കണ്ടെത്തിയതാണ്. സോ ഇതിന്റെ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 1/3a into sec raised to 4 theta into cosec theta. ഇത് രണ്ടും നമ്മൾ കണ്ടെത്തിയതാണ്. സോ y1 ഉം y2 നമുക്കുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ റേഡിയസ് സെന്റർ ഓഫ് കർവേച്ചർ ക്യാപിറ്റൽ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എ കോസ് ക്യൂബ് തീറ്റ പ്ലസ് 3a സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ഇത് നമ്മൾ കണ്ടെത്തിയതാണ്. ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ക്യൂബ് തീറ്റ പ്ലസ് 3a cos square theta into sin theta. ഇത് രണ്ടും നമ്മൾ കണ്ടെത്തിയതാണ്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ഒബ്സർവേഷൻ ആണ് നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തെല്ലാം എ കോമൺ ഉണ്ട്, എല്ലാത്തിൻ്റെ അകത്തും. ഇനി എ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കോസിനെ എക്സ് ഒരു എ എന്നും കോസിനെ പി എന്നും സൈനെ ക്യൂ എന്നും കൊടുത്താൽ എ കോമൺ ആക്കി എടുത്താൽ ദിസ് ഈസ് പി ക്യൂബ് പ്ലസ് 3q സ്ക്വയർ പി എന്നുള്ള ഫോമിലാണ്. ദിസ് ഈസ് ക്യൂ ക്യൂബ് പ്ലസ് 3p സ്ക്വയർ ക്യൂ എന്നുള്ള ഫോമിലാണ്. നമുക്കിത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എക്സ് പ്ലസ് വൈ. നമ്മൾ ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ കണ്ടെത്തുന്നു. ഒരു സിമ്പിൾ ഒബ്സർവേഷൻ എന്നാണ്. എക്സ് പ്ലസ് വൈക്കകത്ത് എല്ലാത്തിൻ്റെ അകത്തും എ കോമൺ ഉണ്ട്. സോ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈസ് കോസ് ക്യൂബ് തീറ്റ പ്ലസ് ഞാൻ അടുത്തത് ഈ ടേമാണ് എഴുതുന്നത് 3 cos square theta into sin theta. നമ്മൾ ആദ്യം എഴുതിയ ഒന്നാമത് എഴുതിയ ടേം ഇതാണ്, രണ്ടാമത് എഴുതിയ ടേം ഇതാണ്, മൂന്നാമത് എഴുതിയ ടേം ഇതാണ്, നാലാമത് എഴുതാൻ പോകുന്ന ടേം ഇതാണ്. ഓക്കെ, സോ ദ എക്സ്പ്രഷൻ ബിക്കംസ് പ്ലസ് 3 sin square theta into cos theta plus sin cube theta. ഓക്കെ, ഇനി നമ്മൾ ഇത് പി ക്യൂബ് പ്ലസ് 3
p square q plus 3p q square plus q cube എന്നുള്ള ഫോർമുല ഇത്. പിക്ക് കോസ് തീറ്റ എന്നും ക്യൂവിന് സൈൻ തീറ്റ എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയ. സോ ദിസ് ഈസ് ആക്ച്വലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this is actually a into cos theta plus sin theta the whole cube എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് p plus q the whole cube ടേംസ് ആയിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, സിമിലർലി അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിൽ a into cos theta plus sin theta മാത്രമാക്കി എഴുതാൻ വേണ്ടി x plus y the whole raised to 1 by 3. ഓക്കെ, എടുക്കുന്നു. എല്ലാത്തിന്റെയും raised to 1 by 3 എടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ a raised to 1 by 3 ഉണ്ട്, പിന്നെ cos theta plus sin theta. ഓക്കെ, ഇതാണ് raised to 1 by 3 കളയാൻ വേണ്ടിയാണ്. അടുത്തത് ഇതുപോലെ തന്നെ x minus y ചെയ്താൽ നമുക്ക് എല്ലാത്തിന്റെ അകത്തും a കോമൺ ഉണ്ട്. സോ a into cos cube theta ഓക്കെ മൈനസ് 3 cos square theta into sin theta plus 3 cos theta into sin square theta minus 3 sin square theta. ഇത് ആക്ച്വലി p minus q the whole cube എന്നുള്ള എക്സ്പ്രഷന്റെ ഫോർമുല. സോ ദിസ് ഈസ് ആക്ച്വലി a into cos theta minus sin theta the whole cube എന്നുള്ള എക്സ്പ്രഷന്റെ ഫോർമുല. സോ ഇതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഇതുപോലത്തെ ഒബ്സർവേഷൻസ് നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ കണക്കിൽ നിന്ന് എക്സും വൈയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇതിൽ നിന്ന് നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ റേസ് ടു 1 by 3 നമ്മൾ ഈ റൈറ്റ് സൈഡിലെ 3 കളയാൻ വേണ്ടി ഹോൾ റേസ് ടു 1 by 3 എടുക്കുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു a റേസ് ടു 1 by 3 ഇൻറ്റു കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. ഓക്കെ, ഇതിനെ നമ്മൾ ആദ്യം എഴുതുന്നതിനെ ഇക്വേഷൻ നമ്പർ 1, ഇതിനെ ഇക്വേഷൻ നമ്പർ 2. പക്ഷെ ഇവിടെ പ്രശ്നം ഇതിന്റെ രണ്ടിന്റെ റൈറ്റ് സൈഡ് സെയിം അല്ല. സോ ഇതിന്റെ രണ്ടിന്റെ റൈറ്റ് സൈഡിൽ ഒരിടത്ത് പ്ലസ് ഉണ്ട്, ഒരിടത്ത് മൈനസ് ആണ്. സോ ഇനി അതെങ്ങനെ ചെയ്യുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടി നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യുന്ന 1-2 ടെക്നിക്കുകൾ. ഇനി ഈ റൈറ്റ് സൈഡ് ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഹോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. ഇവിടെ a റൈസ് ടു 2 by 3 ആണ്. ഇവിടെ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടും. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും, ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. അത് തമ്മിൽ ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയാണ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ നമുക്ക് ഈ തീറ്റ എലിമിനേറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ എക്സും വൈയും തമ്മിൽ റിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സ്ക്വയറിംഗ് ദ ഹോൾ തിങ്. നമ്മൾ ഇക്വേഷൻ 1നെ അടുത്ത സ്റ്റെപ്പ് ഇക്വേഷൻ 1നെ നമ്മൾ സ്ക്വയർ ചെയ്യും. ഇക്വേഷൻ 1നെ സ്ക്വയർ ചെയ്യുമ്പോൾ ദ എക്സ്പ്രഷൻ ബിക്കംസ് x plus y the whole raised to 1 by 3 ഉണ്ട്, അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ x plus y the whole raised to 2 by 3 ആണ്. റൈറ്റ് സൈഡിൽ a raised to 1 by 3 സ്ക്വയർ ചെയ്യുമ്പോൾ a raised to 2 by 3 ആണ്. പിന്നെ cos theta plus sin theta the whole square ആണ്. അതിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ cos square theta plus 2 sin theta cos theta plus sin square theta എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സിമിലർലി നമ്മൾ ഇക്വേഷൻ നമ്പർ 2നെ ഇതുപോലെ തന്നെ ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 2നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് x മൈനസ് വൈ ദ ഹോൾ റേസ് ടു 1 by 3 സ്ക്വയർ ചെയ്യുമ്പോൾ ഹോൾ റേസ് ടു 2 by 3 ആകും. റൈറ്റ് സൈഡിൽ a റേസ് ടു 2 by 3 ആണ്. ഓക്കെ, a റേസ് ടു 1 by 3 സ്ക്വയർ a റേസ് ടു 2 by 3. അടുത്തത് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ cos square theta minus 2 sin theta cos theta plus sin square theta. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ cos square theta plus sin square theta നമുക്ക് 1 എന്ന് എഴുതാം വേണമെങ്കിൽ. ഓക്കെ, സോ ആക്ച്വലി ദിസ് എക്സ്പ്രഷൻ ബിക്കംസ് x plus y the whole raised to 2 by 3 is actually
a raised to 2 by 3 cos square theta plus sin square theta 1 ആണ്. So 1 plus 2 sin theta cos theta. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും cos square theta plus sin square theta നമുക്ക് 1 ആക്കാം. സോ അതിനെ എഴുതുമ്പോൾ x minus y the whole raised to 2 by 3 is actually a raised to 2 by 3 into 1 minus 2 sin theta cos theta. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ തീറ്റ എലിമിനേറ്റ് ചെയ്ത് കളയാൻ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഉണ്ട്. അപ്പൊ ഇത് കളയാൻ വേണ്ടി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി, ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. സോ ആഡിങ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ x plus y the whole raised to 2 by 3 plus x minus y the whole raised to 2 by 3 is equal to രണ്ടിന്റെ അകത്തും കോമൺ a raised to 2 by 3 ഉണ്ട്. പിന്നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 plus 2 sin theta cos theta plus 1 minus 2 sin theta cos theta. ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. രണ്ടിന്റെ അകത്ത് a raised to 2 by 3 കോമൺ ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തത്. സോ ഇതിൽ നിന്ന് ക്ലിയർലി നമുക്ക് മനസ്സിലാകും 2 sin theta cos theta 2 sin theta minus 2 sin theta cos theta cancel ആയി. So right side is 1 plus 1 which is 2. So the final answer is 2 into a raised to 2 by 3 എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ x plus y the whole raised to 2 by 3 plus x minus y the whole raised to 2 by 3. അപ്പോൾ നമുക്ക് x ഉം y ഉം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ കിട്ടും. സോ ഇവിടുത്തെ മേജർ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻസ് പാരാമെട്രിക് എക്സ്പ്രഷൻസ് ആയിരുന്നു തന്നിരുന്നത്. ഓക്കെ, എക്സും വൈയും തീറ്റയുടെ ടേംസിലായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എക്സും വൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് വെച്ചാൽ എല്ലാ തീറ്റ എല്ലാം എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല, അത് കുറച്ച് പ്രയാസമാണ് അത് ചെയ്ത് കിട്ടുക എന്ന് വെച്ചാൽ അത് അല്പം പ്രയാസമുള്ളൊരു കാര്യമാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് എവരി സ്റ്റെപ്പ്. നമ്മൾ ഇത് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ബേസിക് ഇൻറ്റ്യൂഷൻ ആണ്. ഇതിന്റെ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ t plus 2 the whole square എന്ന് കിട്ടും. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ cos theta plus sin theta cos theta minus sin theta സ്ക്വയർ ചെയ്താൽ cos square theta plus sin square theta 1 ആകും. പിന്നെ വരുന്നത് 2 sin theta cos theta minus 2 sin theta cos theta. അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുമെന്ന സിമ്പിൾ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. സോ യു ഷുഡ് ബി ഡൂയിങ് ദീസ് പ്രോബ്ലംസ്. അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഷോ ദാറ്റ് ദ എവല്യൂട്ട് ഓഫ് ദ ellipse x is equal to a cos theta, y is equal to b sin theta is ax the whole raised to 2 by 3, by the whole raised to 2 by 3 is equal to a square minus b square the whole raised to 2 by 2. ഇവിടെ പാരാമെട്രിക് ഫോമിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം സെന്റർ ഓഫ് കർവേച്ചേഴ്സ് തമ്മിൽ കണ്ടുപിടിക്കുക. ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ, എന്നിട്ട് എ എക്സ് ദ ഹോൾ റൈസ് ടു 2 by 3 ബി വൈ ദ ഹോൾ റൈസ് ടു 2 by 3 കണ്ടുപിടിച്ചിട്ട് അത് ഈ ഫോമിലാണെന്ന് പ്രൂവ് ചെയ്യുക. രണ്ടാമത്തേത് prove that the evolute of the hyperbola 2xy is equal to a square is x plus y the whole raised to 2 by 3 plus x minus y the whole raised to 2 by 3 is 2a raised to 2 by 3. ഇതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും കിട്ടും. x plus y കാണുക, raised to 2 by 3 x minus y the whole raised to 2 by 3 is equal to 2a raised to 2 by 3 എന്ന് പ്രൂവ് ചെയ്യുക. എളുപ്പമാണ്. അടുത്തത് ഷോ ദാറ്റ് ദ എവല്യൂട്ട് ഓഫ് ദ ട്രാക്ട്രിക്സ് x is equal to a into cos t plus log tan t by 2 y is equal to a sin t is equal to capital Y is equal to a cos h x by a. cos h ന്റെ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. cos h ന്റെ എക്സ്പ്രഷൻ ഓർത്തിരുന്നത് അത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ എവല്യൂട്ട് ഓഫ് ദ ഹൈപ്പർബോള x square by a square minus y square by b square is equal to 1. ഇത് നാലും നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയം 22 ഓഗസ്റ്റ് ആണ്. 22 ഓഗസ്റ്റിന് മുമ്പ് ഈ 4 ക്വസ്റ്റ്യനും സബ്മിറ്റ് ചെയ്യും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.